മൂന്ന് കല്ലുകളുടെ പിറകിലെ എത്ര ചരിത്രം കാണും. ഇതിൻ്റെ നാട്ടിലുള്ള കല്ലുകളാണ്. ഇതിൻ്റെ പേര് ചുമട് താങ്ങി എന്നാണ്. ചുമട് താങ്ങി ഞാൻ പറഞ്ഞുതരാം. ഇത് പണ്ട് രാജാക്കന്മാരുടെ കാലത്താണ് ഇത് സ്ഥാപിച്ചത്. അവർ ഇങ്ങനെ നാട്ടിലെ ജനങ്ങൾ ഈ ചുവട് വന്നുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അതിൽ ഇറക്കി വച്ചിട്ട് തിരിച്ച് പിടിച്ചു കൊടുക്കാൻ ആളില്ലാതെ ഇവർ തിരിച്ച് അതിൽ നിന്ന് തന്നെ തല കുനിഞ്ഞ് താങ്ങി എടുത്തുകൊണ്ട് പോകാനാണ് ചുവട് താങ്ങി. ഇത് ഏകദേശം 100 വർഷത്തിന് വെളിയിലാവും. കാളവണ്ടി ഒന്നുമില്ല, വില്ല് വണ്ടി ഉണ്ടായിരുന്നു. അത് തന്നെ. അവിടെ നിന്ന് നേരെ കൊയ്ത്തൂർ കോണത്തോട്ട് പോയി. തിരുവള്ളൂരിൽ നിന്ന് കൊയ്ത്തൂർ കോണം ഏകദേശം 2.5 കിലോമീറ്ററാണ്. ഇത് പഴയ കുളമാണ്. ഇപ്പം നീന്തൽ പരിശീലന കേന്ദ്രം. പോകുന്ന വഴിക്ക് മനോഹരങ്ങളായ ക്ഷേത്രങ്ങളുണ്ട്, ആൽമരങ്ങളുണ്ട്. കൊയ്ത്തൂർ കോണത്ത് സ്കൂളിനോട് ചേർന്നാണ് വഴിയമ്പലവും ചുമട് താങ്ങിയും. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ സയൻസും ടെക്നോളജിയൊക്കെ വന്നതിന് ശേഷമുള്ള പല അടിപൊളി ബസ് സ്റ്റാൻഡുകളെക്കാളും നന്നായിട്ടുണ്ട് ഈ പഴയ വഴിയമ്പലം. ചുമട് താങ്ങിയിലെ സ്ഥാപിച്ച ദിവസവും സ്ഥാപിച്ച ആളുടെ പേരും മറ്റ് വിവരങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കല്ല് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയായിരിക്കും നടുക്ക് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊല്ലവർഷം 1116. ചുമട് താങ്ങി കണ്ടിട്ട് വഴിയമ്പലത്തിൻ്റെ അകത്തോട്ട് പോയി. പ്രത്യേകിച്ചൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ചെറിയ ഒരു മുറിയാണ്. ആ മുറിയിൽ ചെറിയൊരു മണ്ണെണ്ണ വിളക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. പഴയ കാലത്തിൻ്റെ ഓർമ്മയ്ക്കായിരിക്കാം. വഴിയമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളും വളരെ പഴയതാണ്. ഏകദേശം 80 വർഷത്തിന് മുകളിൽ. കിണറിപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. പോത്തങ്കോട്ടുനിന്ന് മംഗലാപുരത്തോട്ട് വരുമ്പോഴുള്ള ആദ്യത്തെ ചുമട് താങ്ങിയാണിത്. അടുത്തുള്ളതിലെ ഏറ്റവും വലിയ ചുമട് താങ്ങിയാണ്. ഒരു ഭാഗം ഇപ്പോഴും നന്നായിട്ട് നിൽപ്പുണ്ട്, മറുഭാഗം താഴെ വീണു. അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ കരൂർ ജംഗ്ഷനെത്തുമ്പോൾ അടുത്ത ചുമട് താങ്ങിയായി. കരൂർ ക്ഷേത്രത്തിന് മുമ്പിലായിട്ടാണ് ഈ ചുമട് താങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിൽപ്പുണ്ട്. 19 വർഷങ്ങൾക്ക് മുമ്പ് ചുമട് താങ്ങി വലിയൊരു അനുഗ്രഹമായിരുന്നു. അതായത് മോട്ടോർ വാഹനങ്ങളൊക്കെ വരുന്നതിന് മുമ്പായി. ഈ ചുമട് താങ്ങി സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ്. എങ്ങനെ പോയാലും ഏകദേശം 100 വർഷത്തോളം പ്രായം വരും. റോഡില്ലാത്ത സമയത്തും ഇവിടെ ചുമട് താങ്ങിയുണ്ട്. നല്ല ദൂരം നടപ്പാത ഉണ്ടല്ലോ, അതിലൂടെ ആൾക്കാർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണത്. പിന്നീടാണ് ഈ റോഡ് ഇത്രയും വികസനമൊക്കെ വന്നത്. അടുത്ത കാലത്താണ് ഈ റോഡ് വികസനം വന്നത്. അപ്പം അതിന് മുമ്പ് ഇതൊരു വഴി, നടന്നു പോകുന്ന വഴി ചുമട് കൊണ്ടുപോകും. ഈ പ്രധാനമായിട്ട് ഈ ചുമട് കൊണ്ടുപോകണ ആരെന്നറിയാമോ? നമ്മളെ പോലെയുള്ള ഈ കളിമണ്ണൊക്കെ കൊണ്ടുവരുന്ന ദൂരെ നിന്നൊക്കെ കലം ഉണ്ടാക്കാൻ കളിമണ്ണൊക്കെ കൊണ്ടുവരുന്ന അത് ഭയങ്കര ഉപകാരം. അവരൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളെപ്പോലെ സാധാരണക്കാർ ഈ ചന്തയിലും കടയിലും ഒക്കെ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതുമാതിരിയുള്ളിടത്തൊന്ന് ഇറക്കി വയ്ക്കാം. പിടിക്കാൻ ആളില്ലെങ്കിൽ അവരെങ്ങനെയും താങ്ങിയെടുത്തുകൊണ്ട് പോകും. അത് തന്നെയാണ് ഇതിൻ്റെ ഉപയോഗം. അത് രാജാക്കന്മാരാണ് അത് സ്ഥാപിച്ചത് തന്നെ, അല്ലാതെ നാട്ടിലുള്ള ഇന്നത്തെ പോലെ പഞ്ചായത്തൊന്നുമല്ല. പൂരം തിരുനാൾ, ചിത്ര തിരുനാൾ എന്നൊക്കെ അതിന് ഓരോ പേരുകളും അതിൽ കൊത്തി വിളിച്ചിട്ടുണ്ട്. അന്നേരം ഇതുവഴി അന്ന് കൊയ്ത്തൂർ കുണത്തൊക്കെ പോണേന് ഇതുമാതിരി നിങ്ങൾ താമസിക്കുന്ന പെരേടത്തിന് അങ്ങനെ കൂടെ ഒരു ഊട് വഴി ഉണ്ടായിരുന്നു. ഊട് വഴി കൂടെയാണ് ഇവിടെയുള്ള പല ആളുകളും സഞ്ചരിച്ചത്. അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞാൽ ഈ വഴി പിണക്കികൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വഴിയമ്പലം അത് അവിടെ ചെന്ന് ഇറക്കി വെച്ചിട്ട് അതിനകത്ത് വിശ്രമിക്കാനുള്ള സ്ഥലം അതിനുള്ളതാണ്. രാത്രിയാണെങ്കിൽ കിടന്നുറങ്ങുകയും ചെയ്യാം, അല്ലാത്തവർ അവിടെ വിശ്രമിക്കാം. അവിടെ കിണറുണ്ട്, ആ കിണറിൽ നിന്ന് വെള്ളവും കോരി കുടിച്ചുകൊണ്ട് അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലം. അതിവിടെ അടുത്ത ഭാഗങ്ങളിൽ കൊടുത്തിട്ടുള്ളൂ, കൊയ്ത്തൂർ കൊണ്ടത് മാത്രം. കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് ആരും ചുമട് താങ്ങി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലിപ്പോൾ തെങ്ങ് കയറുന്നത് വടക്കേ ഇന്ത്യക്കാരാണ്. അതും ചെറിയ മെഷീനൊക്കെ ഉപയോഗിച്ച്. തെങ്ങ് കയറുന്നവർ മാത്രമല്ല, കാളവണ്ടികൾ, കൈകൊണ്ട് പമ്പ് ചെയ്യുന്ന കുഴൽക്കിണറുകൾ, പാടശേഖരങ്ങൾ, ഗോലിസോഡ, ടെലിഫോൺ ബൂത്തുകൾ, അങ്ങനെ എന്തെല്ലാം. ബാക്കി ചുവട് താങ്ങി ഏകദേശമുള്ള ഇത്ര കിലോമീറ്റർ അകലെ കൊടുത്തിട്ടുണ്ട്. ഒരു പായം ചുരുട്ടി ഇങ്ങനെ കഷത്ത് വെച്ച് ഒരു കെട്ട് ചൂട്ടുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രി. അന്ന് ഈ വഴികളൊക്കെ ഇതൊക്കെ തന്നെയാണ്, ഇത്ര വികസനം വന്നിട്ടില്ല.
അന്നിവിടെ ആരുമില്ല, കുറേ പറങ്കാൻ കൂട്ടവും, പറഞ്ഞാൽ അറിയാം, പറങ്കാൻ കൂട്ടവും ഇതുമാതിരിയുള്ള കാടുകളും. പിന്നെ നല്ല അന്തരീക്ഷം അല്ലേ അന്ന്. ഈ ഇവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ ഉള്ളതുപോലെ ഈ കാടും ഇത് പൂല, കുറണ്ടി, ഞാറ, ഇങ്ങനെ കുറേ പല വൃക്ഷങ്ങൾ. ചുമട് താങ്ങികൾ ഒരു സാക്ഷിയാണ്. കഴിഞ്ഞ 100 വർഷം നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളുടെ നേർസാക്ഷി.